തൃശ്ശൂരിലെ ബി.ജെ.പിയുടെ വിജയം ജനങ്ങൾ എൽ.ഡി.എഫിനും യു.ഡി.എഫിനും നൽകിയ താക്കീതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജനങ്ങളെ ഭയക്കണമെന്ന താക്കീതിൻ്റെ മെമ്മോയാണിതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കേരള സെല്ലിന്റെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഡൽഹി മയൂർ വിഹാറിൽ ബി.ജെ.പി കേരള സെൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കവെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെ ബി.ജെ.പിയുടെ ഐതിഹാസിക വിജയം ഓർമ്മപ്പെടുത്തിയത്. എൽ.ഡി.എഫിന്റെ 10 വർഷത്തെ ഭരണത്തിൽ തൃപ്തരാണോ എന്ന് ചോദിച്ച സുരേഷ് ഗോപി, തൃപ്തരല്ലെങ്കിൽ ബി.ജെ.പി 71 സീറ്റ് നേടി കേരളത്തിൽ അധികാരത്തിലെത്തുമെന്ന് കൂട്ടിച്ചേർത്തു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 71 സീറ്റുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി വരണം. അല്ലെങ്കിൽ നിങ്ങൾ പറയണം, ഈ കഴിഞ്ഞ 10 വർഷത്തെ കിരാത ഭരണം നിങ്ങളെ തൃപ്തരാണ്, അത് അംഗീകരിക്കണം. അതില്ല, ആ തൃപ്തിയില്ല, നിങ്ങൾക്ക് രോഷമുണ്ട്. എന്റെ തന്നെ സിനിമയിലെ ആ ഡയലോഗ് പറയുകയാണെങ്കിൽ, രോദനം ഉണ്ടെങ്കിൽ തിരുത്തൽ വേണ്ട. ഇടത്തരക്കാർക്ക് ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്ന ബജറ്റാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 പാർ യാഥാർത്ഥ്യമാകുമെന്നും സുരേഷ് ഗോപി. ഡൽഹി എന്നും അല്ലെങ്കിൽ കേരളമെന്നും ഒന്നും ഞങ്ങൾ വേർതിരിച്ച് കണ്ടിട്ടില്ല. ഇന്നലത്തെ ബഡ്ജറ്റിൽ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ഏതൊക്കെ പ്രദേശത്താണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് നിങ്ങൾ നോക്കുന്നു. രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന ടാക്സ് കംപ്ലയൻസ് സൊസൈറ്റി ഉദ്യോഗസ്ഥർ വൗച്ചർ എഴുതി കൊടുത്ത് ടാക്സ് ഡിഡക്ട് ചെയ്തൊക്കെ സാലറി കിട്ടും. അപ്പൊ പിന്നെ ബ്ലാക്കും വൈറ്റും സൃഷ്ടി ഒന്നും അവരുടെ ജീവിതത്തിലില്ല. ഫെയർ ടാക്സ് കംപ്ലയൻസ് സൊസൈറ്റിയാണ്. അവർക്കാണ് ഇന്നലെ തലോടൽ കിട്ടിയതെങ്കിൽ എനിക്ക് തോന്നുന്നു 2029 ഇതൊരു 400 ചില്ലുവാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര സർക്കാർ വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിൽക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരസ്പരം പോരടിക്കുകയും ചെയ്യുന്ന ഇന്ത്യ സഖ്യത്തിന് രൂക്ഷ ഭാഷയിൽ വിമർശനം. 2024 ജൂൺ 4 വരെയും ഈ ദുരന്തവും നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ദുരന്തങ്ങളും ഒറ്റക്കെട്ടായിരുന്നു. ഇവിടെ വന്നപ്പോ 2 ദുരന്തവും തമ്മിലടിക്കുകയും ആണോ. അപ്പോ ഒരു വലിയ ദുരന്തത്തിന്, ഇത് കുഞ്ഞു ദുരന്തമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഭീമാകാര ദുരന്തത്തിന് തെറിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ 2 ദുരന്തങ്ങളെയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഗാന്ധിയനായ അണ്ണാ ഹസാരയെ പിന്നിൽ നിന്ന് കുത്തി അധികാരത്തിലേറിയ കെജ്രിവാളിന്റെ ചരിത്രം മലയാളി വോട്ടർമാരെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനും സുരേഷ് ഗോപി മറന്നില്ല. ആദ്യം വഞ്ചിച്ചത് സ്വന്തം അപ്പനെ എന്ന് ഞാൻ പറയും. സ്വന്തം അപ്പനെ. ഞാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പാദത്തിലാണ് ആദ്യമായിട്ട് വീണത്. ഹൃദയം കൊണ്ട്, മാനസപൂജ. അദ്ദേഹത്തിന്റെ പേര് പോലും ഞാൻ ഇവിടെ പറയില്ല. കാരണം ഈ വഞ്ചകന് വഴിതെളിച്ചു വിട്ട ഒരു മഹാരാഷ്ട്രക്കാരനുമാണ്. ജനം, ഡൽഹി.